എൻ്റെ കൃഷ്ണ, ചേദിയിലെ രാജാവായിരുന്നു ശിശുപാലൻ. കൃഷ്ണൻ്റെ പിതാവ് വസുദേവരുടെ സഹോദരിയായിരുന്നു ശിശുപാലൻ്റെ മാതാവ്. ശിശുപാലൻ ജനിച്ചപ്പോൾ ആ ശിശുവിന് 4 കൈകളും 3 കണ്ണുകളും ഉണ്ടായിരുന്നു. ഒരു അശരീരിയിലൂടെ ശിശുവിൻ്റെ ഈ അധികമുള്ള കൈകളും കണ്ണും ഒരു പ്രത്യേക വ്യക്തി കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ അപ്രത്യക്ഷമാകുമെന്ന് അറിയിക്കുന്നു. ഒപ്പം അതേ വ്യക്തിയുടെ കൈകളാൽ തന്നെയായിരിക്കും ശിശുപാലൻ്റെ അന്ത്യവും എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെയിരിക്കെ കൃഷ്ണൻ ഇവിടെ എത്തുന്നു. ഭഗവാൻ കൃഷ്ണൻ ശിശുപാലനെ കയ്യിലെടുത്തപ്പോൾ ആ നിമിഷം തന്നെ കുഞ്ഞിൻ്റെ അധികമുള്ള കണ്ണും കൈകളും അപ്രത്യക്ഷമായി. ശിശുപാലൻ്റെ മരണം കൃഷ്ണൻ്റെ കൈകൊണ്ട് തന്നെ എന്ന് തിരിച്ചറിഞ്ഞ അമ്മ ശിശുപാലനോട് പൊറുത്ത് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കരുണാനിധിയായ ഭഗവാൻ ശിശുപാലൻ്റെ 100 തെറ്റുകൾ താൻ ക്ഷമിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ശിശുപാലന് കൃഷ്ണനോട് ശത്രുതയും അസൂയയും മാത്രമാണ് ഉണ്ടായിരുന്നത്. കൃഷ്ണൻ്റെ ദൈവീക ഭാവമോ കാരുണ്യമോ നീതിയുക്തമായ തീരുമാനങ്ങളോ ശിശുപാലന് മനസ്സിലായില്ല. വിദർഭയിലെ രാജാവായിരുന്ന രുക്മിക്ക് കൃഷ്ണനോട് വിരോധമായിരുന്നു. കൃഷ്ണനോട് ശത്രുതയുള്ള ജരാസന്ധനോടും ശിശുപാലനോടുമായിരുന്നു രുക്മിക്ക് ആഭിമുഖ്യം. സഹോദരിയായ രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്ത് കൊടുക്കാനായിരുന്നു രുക്മിക്ക് താല്പര്യം. പക്ഷെ രുക്മിണി കൃഷ്ണനെ സ്വയംവരം ചെയ്യുന്നു. ശിശുപാലന് കൃഷ്ണനോടുള്ള ശത്രുത വർദ്ധിക്കാൻ ഈ സ്വയംവരം കാരണമായി. പാണ്ഡവ രാജാവായ യുധിഷ്ഠിരൻ്റെ രാജസൂയ യാഗസമയത്ത് കൃഷ്ണനെ ഉന്നത പദവി നൽകി ആദരിക്കാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനം ശിശുപാലനെ കോപാകുലനാക്കുന്നു. വെറും ഗോപാലകനായ കൃഷ്ണൻ ഈ സ്ഥാനത്തിന് അർഹനല്ല എന്ന് വാദിക്കുന്നു. കൃഷ്ണനെ അപമാനിക്കുന്നു. വാക്ക് കൊടുത്തതുപോലെ ശിശുപാലൻ്റെ 100 തെറ്റുകൾ കൃഷ്ണൻ ക്ഷമിക്കുന്നു. പക്ഷേ അപമാനങ്ങൾ സംഖ്യ കടന്നതോടെ തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് കൃഷ്ണൻ ശിശുപാലനെ വധിക്കുന്നു. ശിശുപാലന് വ്യക്തമായി അറിയാമായിരുന്നു കൃഷ്ണൻ്റെ ദൈവിക ഭാവവും തൻ്റെ 100 തെറ്റുകൾ ഭഗവാൻ പൊറുത്തു തരുമെന്നും. പക്ഷേ ശിശുപാലൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയില്ല, തിരുത്താൻ ശ്രമിച്ചുമില്ല. ഭഗവാൻ നമ്മുടെ അനവധി തെറ്റുകൾ പൊറുത്തു തരുന്നു, നേർവഴി നടക്കാൻ അവസരങ്ങൾ ഒരുക്കുന്നു. കർമ്മഫലം ഒഴിവാക്കാൻ പറ്റില്ല തന്നെ. കൃഷ്ണ ഐശ്വര്യത്തിൻ്റെ ഈ ഭാഗം ഇഷ്ടമായോ? എങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.